ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിരുന്ന കുറേ കാര്യങ്ങളും ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ എടുക്കാം, അലുമിനിയം ഫോയിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കോൺഫ്ലെക്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു കവറാണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു ഫോയിൽ പേപ്പർ അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ഈ ഒരു കവർ ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആക്കി വെച്ചു, അത് കേടാവില്ലേ? ഇപ്പോൾ നമ്മൾ കാച്ചിയ എണ്ണയാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ പിക്കിളാവട്ടെ, വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ഇപ്പം ഇത് നമ്മൾ എന്ത് കാര്യവും നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ഇങ്ങനെ ഒന്നുമില്ല ഫോയിൽ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിച്ചു നോക്കൂ, ഒരു കാര്യവും നമ്മുടെ കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പുറത്ത് വെച്ചാലും ശരി, ആണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ശരി, അല്ല ഇനിയിപ്പോൾ നമ്മൾ പരിപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, ഇതേപോലെ ഇരിക്കും. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് ഒരു ടൈറ്റിലിരിക്കാൻ ഇവിടെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഓയിലോ കാര്യങ്ങളോ എന്താണെങ്കിലും ശരി, നമുക്ക് ഇതേപോലെ വൃത്തിയായിട്ടിരിക്കും. എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് കേടാവില്ല. കുറേ മാസങ്ങളോളം ഈ ഓയിലൊക്കെ വർഷങ്ങളോളം നിൽക്കും കേട്ടോ. നല്ല കട്ടി തൈര് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലെ നല്ല കട്ടി തൈര് എടുത്തിട്ട് നമ്മൾ ആദ്യമേ പാത്രത്തിലോട്ട് വെക്കുക കേട്ടോ. അതിന് എത്രയാണോ നമുക്കിപ്പോൾ എത്രയാണോ ഒരു പാലിൻ്റെ അളവ് അനുസരിച്ചിട്ട്, ഇപ്പോൾ 1 സ്പൂണോ 2 സ്പൂണൊക്കെ കുറച്ച് പാലേ ഉള്ളെങ്കിൽ നമ്മൾ അത്ര മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം ഇതൊന്ന് നമ്മളൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്നാക്കുക. അതിനുശേഷം ഇളം ചൂടുള്ള പാല്, ഒരു ഇളം ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് കൈ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചൂട് കൂടി കഴിഞ്ഞാൽ അത് പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അല്ലാതെ ഒരു ചെറിയൊരു തണുപ്പ് മാറിയിട്ടുള്ള ആ ഒരു പാല് ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടി തൈരായിട്ട് അതൊരു 5-8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് അരമണിക്കൂറിൽ മോരാവണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ കുറേ വീഡിയോയിൽ കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. കുക്കറിൽ നമുക്ക് ഇറക്കി വെക്കാം, ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി തൈര് കഴിക്കാൻ, തൈര് എപ്പോഴും ചൂടാണെന്നൊക്കെ അല്ലേ പറയാം. അപ്പോൾ മോര് കഴിക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മോരാണ് എപ്പോഴും ഹെൽത്തിന് നല്ലതെന്നല്ലേ പറയാം. നമ്മൾ ഇതേപോലെ തൈര് എടുത്തിട്ട് അതിനൊന്ന് മോരാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മിക്സിയിലൊക്കെ നമ്മൾ ഇങ്ങനെ പൾസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കഴിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഫോർക്ക് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാ ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് ബീറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ നമുക്കിത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മോരാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ആ രീതിയിൽ മോര് വെള്ളമായിട്ട് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് ഈസിയാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ മോര് തണുപ്പാണെന്നാണ് പറയുക. ശരീരത്തിന് എപ്പോഴും കൂടുതൽ നല്ലത് മോരാണ് തൈരിനെക്കാട്ടിലും എന്നാണ് പറഞ്ഞു കേൾക്കാറ് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ മോരൊക്കെ പുളി കൂടിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമുക്കൊരു തേങ്ങാപ്പൂൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പൂൾ ഒരു 10-25 മിനിറ്റ് ഇതിലോട്ട് ഇട്ട് വെച്ചാൽ തന്നെ പിന്നീട് നമ്മൾ ഈ ഒരു തേങ്ങാപ്പൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അതിൻ്റെ ആ ഒരു പുളി എന്തോരുണ്ടെന്ന്. അപ്പോൾ എത്ര പുളിച്ച മോരാണെങ്കിലും ആ പുളി പെട്ടെന്ന് മാറി, നമുക്ക് ചിലവർക്കൊക്കെ പുളിക്കാത്ത മോരായിരിക്കും അല്ലേ ഇഷ്ടം. അപ്പോൾ പുളി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു തേങ്ങാപ്പൂൾ ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, ചുമരിലൊക്കെ ഇതേപോലെ ഇങ്ങനെ അഴുക്കായിട്ടെന്ന് വിചാരിച്ചോളൂ. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെച്ചാൽ മതി. എവിടെയാണ് നല്ല അഴുക്കുള്ളത് അവിടെ വെച്ചാൽ മതി. അതിനുശേഷം ആ ഒരു ഇത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ചുമരിൽ വെക്കാം, അതല്ലെങ്കിൽ നമുക്കിത് ടിഷ്യൂവിൽ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു അഴുക്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ എന്താണെങ്കിലും നമുക്ക് കിച്ചൺ ടവൽ വെച്ചിട്ട് നല്ലൊരു ടവൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും. ആ ഒരു പാട് തന്നെ അവിടെ ഉണ്ടായിന്ന് പോലും അറിയില്ല. നല്ല രീതിയിൽ അത് മാറി കിട്ടും. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല വൃത്തിയുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറി കിട്ടും കേട്ടോ.
ഇപ്പൊ ഇത് കണ്ടോ, ആ ഒരു നിറം ഇനി ഇതൊന്നും ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു വെള്ളം മാറുമ്പോൾ അത് പഴയ നിറത്തിലോട്ട് വരും കേട്ടോ. നല്ല ആ ഒരു അഴുക്കെല്ലാം മാറി കിട്ടുകയും ചെയ്യും. ഇതിപ്പോ പെൻസിലോണ്ടൊക്കെ കുട്ടികൾ വരച്ചാൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഞാൻ ഇതേപോലെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കിച്ചൺ ടവൽ എടുക്കുക, അതിനുശേഷം അതിനെ ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കിച്ചൺ ടവൽ നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കംഫർട്ടാണ് കേട്ടോ. അതിനുശേഷം അപ്പൊ നമ്മൾ ഈ കംഫർട്ട് കുറച്ച് ഈ നനച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ടവലിലോട്ട് നമ്മൾ കംഫർട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ലേശം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 2 ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു മണമായിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ടവൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടവൽ എടുത്തിട്ട് ഇപ്പോൾ സ്റ്റവ് ആണെങ്കിലും ശരി, നമുക്കൊരു നോൺ വെജ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൗവിനാണെങ്കിലും അതല്ലെങ്കിൽ കിച്ചനൊക്കെ ആ ഒരു മണം വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും മണം വരാതിരിക്കാനായിട്ട് ഈ ഒരു ടവൽ വെച്ചിട്ട് നമ്മൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും സ്റ്റൗ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും കിച്ചൺ മൊത്തത്തിൽ. ഇപ്പം നമുക്ക് വേറെ ആരെങ്കിലും വന്നാൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഫിഷോ അല്ലെങ്കിൽ ഇതൊക്കെ ഫ്രൈ ചെയ്തു എന്ന് അറിയാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെ നല്ല മണം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം, എന്തെങ്കിലും ഒരു കണ്ടെയ്നർ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ബോട്ടിലിൻ്റെയോ ഒക്കെ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ, ഏത് ബോട്ടിലിൻ്റെ മൂടിയായാലും ശരി, അതിങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുട്ടത ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലല്ല നമ്മൾ വെക്കുന്നത്, പുറത്ത് സൂക്ഷിക്കാനാണ് ഇത്. ഇതിൻ്റെ കൂർത്ത ഭാഗം താഴേക്കായിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. 1 മാസത്തോളം ഈ ഒരു കോഴിമുട്ട നമ്മുടെ കേടാവാതെ, ഫ്രിഡ്ജിലൊന്നും സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല. നിങ്ങളൊരു 3 ആഴ്ചയൊക്കെ വെച്ചാലും മതി. ഒരു മാസത്തോളം കേടാവാതിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ 2-3 ആഴ്ച വരെയും നിങ്ങൾക്ക് വെക്കാം. ഈ ഒരു കൂർത്ത ഭാഗം തന്നെ താഴോട്ട് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ കോഴിമുട്ട വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വെക്കുന്നതിന് മുന്നേ അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അതായത് ഈ ഒരു കോഴിമുട്ട കടയിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെക്കരുത്. എപ്പോഴും അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് മാത്രം വെക്കാനായിട്ട് നോക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ അത്ര വൃത്തിയായിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെങ്കിൽ കൂടി അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് കാണും. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട്. പിന്നെ ഇത് നമ്മൾ 1 മാസത്തോളം ഇരിക്കുന്നു പറഞ്ഞല്ലോ, ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ ഇങ്ങനെ ഈ കൂർത്ത ഭാഗം താഴോട്ട് വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി. പക്ഷെ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ നമുക്കിപ്പോൾ ഇതിൽ ഇനിയും കൊള്ളൂട്ടോ. പക്ഷേ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ച് മുട്ടിച്ചിങ്ങനെ വെക്കരുത്. കുറച്ചൊന്ന് വിട്ടിട്ടൊന്ന് വെക്കാം. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഇത്രയൊന്നും ഗ്യാപ്പ് വിടേണ്ട ആവശ്യമില്ല. എൻ്റെ ഇപ്പോൾ എടുത്തെടുത്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊരു ലേശം ഗ്യാപ്പ് വിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കൂ. നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലമില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തിങ്ങനെ 1 മാസത്തോളം കോഴിമുട്ട കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കണു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.